ആയിട്ട് ലോകത്ത് തന്നെ ആരും എൻ്റെ അറിവിൽ ഇതുവരെ എഴുതിയിട്ടില്ല. പല ബുക്കുകളും വന്നിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഡീപ്പായിട്ട് റാമിനെ ഒരു സ്പീഷീസിനെ പറ്റി ഇത്രയും ഡീപ്പായിട്ട്, അതായത് മൊത്തം 4 വെറൈറ്റിയാണ് ഇപ്പം കയ്യിലുള്ളത്. അതിൽ ഒന്ന് ജർമ്മൻ ബ്ലൂ, നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. കൂടി ഒരുമിച്ച് ഈ ഒരു പ്ലേറ്റ് ക്ലീൻ ചെയ്യും. അതിനുശേഷം കൂടുതൽ ഇവർ എഗ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ്. ബ്രീഡിങ്ങിനൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പ്രോസൻ ആർട്ടീമിയ അല്ലെങ്കിൽ ലൈഫ് ഫീഡുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 2 നേരം കൊടുത്തു കഴിഞ്ഞാൽ നല്ല കൗണ്ട് കിട്ടും. ഇലക്ട്രിക് ബ്ലൂവിനും നല്ല മൂവ്മെന്റ് ഉണ്ട്. പിന്നെ ഗോൾഡ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നമ്മൾ നല്ല ഫീഡ് കൊടുത്താൽ നല്ല കളർ കാണും. നമുക്ക് ഇതിന്റെ ബേബീസ് ഇപ്പോൾ അവൈലബിൾ ആണോ? ഇതിന്റെ ബേബീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ 4 വെറൈറ്റിയുടെയും കുഞ്ഞുങ്ങൾ ഇപ്പം നിലവിൽ അവൈലബിൾ ആണ്. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ചേട്ടൻ്റെ ഫാമിൻ്റെ വിശേഷങ്ങളാണ് തുറന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഏതാണ് ഏട്ടാ? ഈ വീഡിയോയിൽ നമ്മൾ റാംസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ചേട്ടൻ പറയുമ്പോൾ ചേട്ടൻ ഫാം മാത്രമല്ല നടത്തുന്നത്, സാഹിത്യകാരനും കൂടിയാണ്. അതെ, ഇത് ശരിക്കും റാമിനെ പറ്റി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ലോകത്ത് തന്നെ ആരും എൻ്റെ അറിവിൽ ഇതുവരെ എഴുതിയിട്ടില്ല. പല ബുക്കുകളും വന്നിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഡീപ്പായിട്ട് റാമിനെ ഒരു സ്പീഷീസിനെ പറ്റി ഇത്രയും ഡീപ്പായിട്ട്, അതായത് ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാംസിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റ്, എന്തൊക്കെ സ്ട്രെയിൻസ് ആണ് കറൻ്റ്ലി മാർക്കറ്റിൽ ഉള്ളത്, അതിൻ്റെ ജെനറ്റിക്സ്, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസീസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, എന്ത് ഫുഡ് കൊടുക്കണം, പിന്നെ കുഞ്ഞുങ്ങളുടെ അതായത് ഡെവലപ്മെൻറ്റ്സ്, അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ബുക്കിനകത്തുണ്ട്. അപ്പം റാംസിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബുക്ക് നിങ്ങൾക്ക്, കാരണം ഇത് ഞാൻ എഴുതാനും ഇതിനെ ഡെവലപ്പ് എടുക്കാൻ തന്നെ എനിക്കൊരു 5 വർഷം എടുത്തു. നമ്മൾ സാധാരണ ഫാമൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം. 104 പേജിന്റെ ഒരു ബുക്കാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ അഭിനന്ദനങ്ങൾ. വേറൊരു ബുക്കും കൂടെ എഴുതുന്നുണ്ട്. അതെ, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഫിഷിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അപ്പം ഞാൻ കീപ്പ് ചെയ്യുന്ന ഫിഷിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫിഷിൽ ഓരോ ഫിഷിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോ സ്പീഷീസായിട്ട് ഓരോ ഇയറും ഓരോ ബുക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇപ്പോഴേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്രേ ഫിഷ്, പ്രൊക്കാംബ്രസ് ക്ലാർക്കി എന്ന് പറയുന്ന സ്പീഷീസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മിക്കവാറും ജനുവരിയോടുകൂടി ആ ബുക്ക് എനിക്ക് ഇറക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ബുക്ക് വേണ്ടവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, കൊടുത്താൽ മതി, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അപ്പോൾ കഴിയുന്നൊരു റാമിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർ എല്ലാവരും ഈ ബുക്ക് വാങ്ങിച്ച് ചേട്ടനെ ഹെൽപ്പ് ചെയ്യാം. താങ്ക് യു. നമുക്ക് അടുത്ത് ചേട്ടാ റാമിന്റെ എത്ര വെറൈറ്റീസ് ഉണ്ട്? കേട്ടോ, റാംസിന്റെ മൊത്തം 4 വെറൈറ്റിയാണ് ഇപ്പം കയ്യിലുള്ളത്. അതിൽ ഒന്ന് ജർമ്മൻ ബ്ലൂ, നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ളത്, ഫേവറായിട്ടുള്ളത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണത്. കാരണം അതിൽ മഴവിലിൻ്റെ എല്ലാ കളറും ഉണ്ടാവും. പിന്നെ ഉള്ളത് നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ എന്ന് പറഞ്ഞ വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ അത് നല്ല, ഈ ബ്ലൂ കളർ എപ്പോഴും ഒരു ആൾക്കാർക്ക് അട്രാക്ഷൻ ഉള്ള വെറൈറ്റിയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മളൊരു പ്ലാന്റ് ടാങ്ക് ഇടുമ്പോൾ ഒരു ഗ്രീൻ ബേസ് വരുമ്പോൾ ആ ഒരു ബ്ലൂവിന് പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ അത് വരുത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ജർമ്മൻ ബ്ലൂ. ശരിക്കും ബ്ലാക്ക് റാമിൽ ഒരു 2-3 ലൈനുണ്ട്. അതിൽ ഈ ഡാർക്ക് ജർമ്മൻ ബ്ലൂ ആണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ നിന്ന് സ്റ്റേബിൾ ചെയ്താണ് ഈ ഡാർക്ക് നൈറ്റ് എന്നൊക്കെ പറയുന്ന വെറൈറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ അടുത്തുള്ള ഡാർക്ക് ജർമ്മൻ ബ്ലൂ, ബ്ലാക്ക് റാം എന്ന് പറയുന്നത് ആ ഒരു വേരിയൻ്റ് ആണ്. റാമിന്റെ ഒറിജിനൊക്കെ എവിടെയാണ് വരുന്നത്? അത് വെൻസുവേല, കൊളംബിയ എന്ന് പറയുന്ന ആ ഒരു ഏരിയയാണ് അവരുടെ ഒറിജിനൽ. അവിടെയുള്ള ആ ഒരു എന്താ പറയുക, ഒരു മാക്സിമം ഒരു 1 അടി 2 അടിയൊക്കെയാണ് അവരുടെ ഹാബിറ്റാറ്റിൽ വെള്ളം ഉണ്ടാവുക. ചതുപ്പ് നിലങ്ങൾ പോലെയാണ്, മാക്സിമം പുല്ലൊക്കെ നിറഞ്ഞിട്ടുള്ള ഏരിയയിലാണ് അവർ ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഏരിയകളിൽ അധികം മരങ്ങളൊന്നുമില്ല, ഒരു പന മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ നല്ല സൺലൈറ്റ് അടിക്കും, നല്ല ചൂടുണ്ടാകും വെള്ളത്തിൽ. അപ്പോൾ ഇവർക്ക് കുറച്ച് ടെമ്പറേച്ചർ എപ്പോഴും വേണം. നിങ്ങളുടെ വെള്ളം കുറച്ച് ടെമ്പറേച്ചർ കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റാം നിങ്ങൾക്ക് അത്രയും സക്സസ് ആവില്ല. പിന്നെ നമ്മുടെ ഈ റാംസ് എല്ലാം നമ്മുടെ ഇവിടെ ബ്രീഡായി നമ്മുടെ ക്ലൈമറ്റുമായിട്ട് സെറ്റാണ്. ഇവിടെ എപ്പോഴും ശരിക്കും പറഞ്ഞാൽ 24 ഉള്ളൂ ടെമ്പറേച്ചർ. ശരിക്കും ഇവർക്ക് നല്ലൊരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 26-28 ടെമ്പറേച്ചർ ഉണ്ടെങ്കിലാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വൈറ്റ് സ്പോട്ട് വരാനും ചാൻസ് ഉണ്ട്. അത് നമുക്ക് പാരസിറ്റമോൾ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്, അക്വാട്ടിക് റെമഡീസിൻ്റെ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. മാക്സിമം ഈ ടെമ്പറേച്ചർ ഷിഫ്റ്റിങ്, റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് അവോയ്ഡ് ചെയ്താൽ മതി. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ഹാർഡ് ആയിട്ടുള്ള സിക്ലറ്റാണ്, പ്ലാന്റ് ടാങ്കിൽ കീപ്പ് ചെയ്യാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റുള്ള ഫിഷുകളായിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷസാണ്. ഇത് സൈസ് എത്ര വയ്ക്കുന്നുണ്ട്? ഇതിന്റെ മാക്സിമം സൈസ് 2 ഇഞ്ച് 2 റേഞ്ച് ആണ്. പിന്നെ നിങ്ങളുടെ ടാങ്ക് സൈസ്, നിങ്ങൾ കൊടുക്കുന്ന ഫുഡിന്റെ ആ ഒരു ക്വാളിറ്റി, ഇതെല്ലാം അനുസരിച്ച് ഫിഷിന്റെ സൈസിൽ വേരിയേഷൻ ഉണ്ടാവും. ബ്രീഡിങ് എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ? ഇവർ ബ്രീഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ചെറിയ മൺപാത്രങ്ങൾ വെച്ചിട്ടുണ്ട്, ഇതിലാണ് മുട്ടയിടുന്നത്. അപ്പോൾ മെയിലും ഫീമെയിലും കൂടി ഒരുമിച്ച് ഈ ഒരു പ്ലേറ്റ് ക്ലീൻ ചെയ്യും. അതിനുശേഷം കൂടുതൽ ഇവർ എഗ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ്. ഒരു 5 മണി 6 മണി, അതായത് ലൈറ്റ് ഓഫ് ആവുന്ന ഒരു സമയത്താണ് അവർ കൂടുതലും
എഗ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ മുട്ടയിടുന്നതിന് മുമ്പായിട്ട് ഇവർ ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അന്ന് തന്നെ നിങ്ങൾ വൈകുന്നേരം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മുട്ടയിടുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് വേറെ ഏതെങ്കിലും ഫിഷസ് ഇതിൻ്റെ കൂടെ കിടക്കുന്നു അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവർ പൊതുവെ സിക്ലഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കുഞ്ഞുങ്ങളെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. ആ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് വേറെ ഏത് വിഷയം വന്നാലും അവർ അറ്റാക്ക് ചെയ്യും. പിന്നെ എഗ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല അവർ ഒരു ടെറിട്ടറി കീപ്പ് ചെയ്യും എപ്പോഴും. സിക്ലഡ്സ് എന്ന് വെച്ചാൽ അങ്ങനെയാണ്, കുഞ്ഞുങ്ങളെ എപ്പോഴും അവർ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. അപ്പം മറ്റേ ലൈവ് ബേഴ്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗപ്പി പ്ലാറ്റി അവർക്കൊന്നും ഒരു പാരന്റൽ കെയർ ഇല്ല. പക്ഷെ ശരിക്കും നമുക്ക് ഈ സിക്ലഡ്സിന് ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഇപ്പം ഞാൻ കൂടുതലും ചെയ്യുന്ന ഇങ്ങനെയുള്ള സിക്ലഡ്സ് ആണ്. ആ പാരന്റൽ കെയർ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അത് നല്ല രസമാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ട് ഒരു ടാങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. എൻ്റെ ഫീഡ് എങ്ങനെയാണ് കേട്ടോ വരുന്നത്? ഫീഡ് നമുക്ക് ഒരു 0.5 മൈക്രോൺ, ആ ഒരു 0.5 താഴെയുള്ള ഫീഡുകളാണ് ഏറ്റവും നല്ലത്. പിന്നെ ബ്രീഡിങ്ങിനൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രോസൺ ആർട്ടീമിയ അല്ലെങ്കിൽ ലൈഫ് ഫീഡുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 2 നേരം കൊടുത്തു കഴിഞ്ഞാൽ നല്ല കൗണ്ട് കിട്ടും. 2-3 നേരം കൊടുക്കാം. പിന്നെ നമുക്ക് കാരണം സമയം പരിധിയുണ്ട്. പക്ഷേ 2 നേരം കൊടുക്കുന്നത് നല്ല രീതിയിൽ നമ്മൾ കൊടുക്കും. 2-3 നേരങ്ങൾ നമുക്ക് കൊടുക്കാം. ഓവർ ഫീഡ് ചെയ്യാതിരിക്കുക. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫീഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. മാക്സിമം ഒരു 200-250 കുഞ്ഞുങ്ങളൊക്കെ കിട്ടും. നല്ല രീതിയിൽ നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സർവൈവലിറ്റിയും കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു മെഡിസിൻ ഉണ്ടല്ലോ, ആ മെഡിസിൻ തന്നെയാണ് നമുക്ക് ഈ വൈറ്റ് സ്പോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ വിഷനും അത് ഉപയോഗിക്കാം. നമ്മുടെ അക്വാട്ടിക് റെമഡീസിന്റെ പാരാസിഡോൾ വൈറ്റ് സ്പോട്ടിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരുവിധം ക്വാളിറ്റിയിൽ ഇറക്കുന്നത് അക്വാട്ടിക് റെമഡീസിന്റെ മെഡിസിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ മെഡിസിൻ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഇത് പരസ്യമൊന്നും അല്ലല്ലോ കേട്ടോ, നമ്മളെ എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ ക്യൂർ ചെയ്യണം. ഒരു ഫാമറെ സംബന്ധിച്ച് നമ്മൾ തന്നെയാണ് ഇതിന്റെ ഡോക്ടറും. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പം നമുക്ക് ഇതിനെ പറ്റിയുള്ള അറിവ് ഏറ്റവും വിലപ്പെട്ടതാണ്. ചേട്ടാ ബ്ലൂ അല്ലാതെ വേറെ ഏതാ പറഞ്ഞ വെറൈറ്റി? പിന്നെ ഡാർക്ക് ജർമ്മൻ ബ്ലൂ, പിന്നെ ഇലക്ട്രിക് ബ്ലൂ, പിന്നെ ഗോൾഡ്. ഏറ്റവും മൂവ്മെന്റ് ഉള്ളത് ഏതായിരിക്കും? കാരണം ഈ ജർമ്മൻ ബ്ലൂ റാമിന് പണ്ട് മുതലേ, കാരണം അതാണ് ആദ്യമേ ഉണ്ടായിരുന്ന വേരിയന്റ്, അത് നല്ല മൂവ്മെന്റ് ആണ് എപ്പോഴും. പിന്നെ ഉള്ളത് ഇലക്ട്രിക് ബ്ലൂവിനും നല്ല മൂവ്മെന്റ് ഉണ്ട്. പിന്നെ ഗോൾഡ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നമ്മൾ നല്ല ഫീഡ് കൊടുത്താൽ നല്ല കളർ കാണുള്ളൂ. പക്ഷെ കളർ ഉണ്ടെങ്കിൽ ഒരു പഴുത്തൊരു മാങ്ങയുടെ ആ ഒരു അതായത് ചുമന്ന ഒരു ഓറഞ്ച് കളർ പോലെയുള്ള കളറായി വരും. അത് നല്ല കളർ ഫീഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ കിടക്കാത്തതുകൊണ്ട് ചിലവർക്കൊരു ഇതാണ്. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഫിഷാണ് അതും. പിന്നെ നമ്മുടെ ഡാർക്ക്, അത് ലൈറ്റിങ് വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇവരുടെ ബോഡിയിൽ നിറയെ ഷിമ്മറിങ് ആയിട്ടുള്ള സ്കെയിൽസ് ആണ്. അപ്പം നമ്മൾ ഈ ലൈറ്റ് വരുമ്പോൾ നല്ല അതെ. പിന്നെ അതുപോലെ ഇതിന്റെ വാട്ടർ ചേഞ്ച് എങ്ങനെയാണ്? നമ്മുടെ സാധാരണ നോർമൽ ടാങ്ക് അതുപോലെ തന്നെയാണോ? നമ്മൾ വീക്ക്ലി വൺസ് ആണ് ഇതിൽ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 25% വെള്ളം മാത്രമേ മാറ്റാറുള്ളൂ. അത് നമ്മൾ മാറ്റിയിട്ട് പുതിയ വെള്ളം അടയ്ക്കും. അതെ, പുതിയ വെള്ളം അടയ്ക്കും. പിന്നെ ഒരു മാസത്തിൽ ഒരിക്കൽ ഈ സ്പോഞ്ച് ഫിൽറ്റർ നമ്മൾ വാഷ് ചെയ്ത് വെക്കും. പിന്നെ ഇവരുടെ വെള്ളം കുറച്ച് അസിഡിക് ആയിരിക്കണം, ഹാർഡ് വാട്ടർ. അതായത് നിങ്ങളുടെ pH ഒരു 7.5 ഒക്കെ ഉണ്ടെങ്കിൽ എഗ്ഗിന്റെ ഹാച്ചബിലിറ്റി കുറവായിരിക്കും. ഒരു 6-6.5 ഒക്കെയാണ് ഏറ്റവും ബെറ്റർ. 7-ൽ താഴെ ആ ഒരു രീതിയിൽ കീപ്പ് ചെയ്യണം നല്ലത്. അപ്പം നമുക്ക് സ്ലൈഡ് അത് നമ്മുടെ ബദാമലയോ അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ഫ്രൂട്ടൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പേജസ് അവർ കുറഞ്ഞ് നിന്നോളൂ വെള്ളം. ഒരു ഡൗട്ട് കൂടെ. ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഇതൊക്കെ വന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ, നമുക്കിനെ ഒരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ അവർക്ക് വളർത്താൻ തോന്നുമ്പോഴത്തേക്ക് അവർ ആദ്യം ചെയ്യുന്ന ടിപ്സ് ഉണ്ടാവുമല്ലോ. ഒരു ഫിഷിനെ കൊണ്ടുപോയിട്ട് എത്ര സൈസുള്ള ടാങ്ക് വേണം, വാട്ടർ, അങ്ങനെ. അപ്പോൾ അതിനെ കുറിച്ചൊന്ന്. റാമിന് ശരിക്കും ഒരു 1:1 സ്ക്വയർ ടാങ്കിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു 2:1 ഏറ്റവും നല്ലത്. പിന്നെ കുറച്ച് പ്ലാന്റ്സ് എപ്പോഴും വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സബ്സ്ട്രേറ്റ് നിങ്ങൾ എന്തെങ്കിലും ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സാൻഡാണ് ഏറ്റവും നല്ലത്. സാൻഡ്, കാരണം ഇവർ നമ്മുടെ ജിയോഫാഗസിനെ പോലെയാണ്. അതായത് ഈ സാൻഡ് ഇവർ മൗത്തിൽ എടുത്തിട്ട് അതിൽ നിന്നുള്ള ചെറിയ ചെറിയ വേംസ് പോലത്തെ സാധനങ്ങളെല്ലാം ഇവർ കഴിക്കും. അപ്പം നമ്മൾ ആ ഒരു സാൻഡ് ബോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിഹേവിയർ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സാൻഡിൽ തന്നെ ഇവർ മുട്ടയിടുന്ന സമയത്ത് ചെറിയ കുഴികൾ ഉണ്ടാക്കും. മുട്ട ഇട്ടതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെ പലയിടത്തായിട്ട് മാറ്റി വയ്ക്കും ഇവർ. അപ്പോൾ ഈ കുഴിയിലായിരിക്കും ഈ കുഞ്ഞുങ്ങളെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത് വലിയ രീതിയിൽ മറ്റേ സിക്ലറ്റ്സ് നമ്മൾ പ്ലാന്റിനെയൊക്കെ അപ്രൂട്ട് ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യത്തില്ല. ചെറിയ രീതിയിലുള്ള കുഴികൾ, കാരണം അവർക്ക് ചെറിയ സൈസ് അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. സാൻഡാണ്. പിന്നെ റോക്സ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മൺചട്ടികൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ എഗ് ചെയ്യും. പിന്നെ ഡ്രിഫ്റ്റ് വുഡ്, പ്ലാന്റ്സിന് അവരൊന്നും ചെയ്യത്തില്ല. പ്ലാന്റ് ടാങ്കിന് വേണ്ടിയുള്ള ഫിഷസ് ആണ് ഇത്. നോർമൽ ഫിൽറ്റർ മതിയല്ലോ. അപ്പോൾ നമ്മൾ സ്പോഞ്ച് ഫിൽറ്റർ വെച്ച് കൊടുത്താലും മതി. ഫിൽട്രേഷൻ വേണം ശരിക്കും, കാരണം വാട്ടർ ക്വാളിറ്റി നമ്മൾ ഒരുവിധം കീപ്പ് ചെയ്യണം. സ്റ്റേബിലിറ്റി ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റിൽ അവർ നല്ല ഹാർഡി ആയിട്ടുള്ള ഒരു ഫിഷാണ്. ഈ ചേഞ്ചസ് ടെമ്പറേച്ചറാണ് മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ഹാർഡി ആയിട്ടുള്ള ഫിഷ് തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ ബേബീസ് ഇപ്പോൾ അവൈലബിൾ ആണോ? ഇതിന്റെ ബേബീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ 4 വെറൈറ്റിയുടെയും കുഞ്ഞുങ്ങൾ ഇപ്പം നിലവിൽ അവൈലബിൾ ആണ്, കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് എല്ലാം പറഞ്ഞതുപോലെ തന്നെ കൊറിയർ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതെ, ഓൾ ഇന്ത്യ നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും സൗകര്യം. അതെ, തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ചേട്ടൻ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യും. അപ്പം മറ്റൊരു വീഡിയോ കാണും വരെ നമസ്കാരം. ശരി.